ഹലോ ഗേൾസ്, 2025 തീരുകയാണ്. നമ്മൾ ഒരു ക്രിസ്മസിൻ്റെതായ ഒരു സെലിബ്രേഷൻ മൂഡിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വീട്ടിലെ ഒരു ക്രിസ്മസിൻ്റെ ഡെക്കറേഷനും ഒക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വെക്കുന്നു. ഇത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള 2-3 ചെടിയാണ്. അതിലൊക്കെ ഞാൻ കുറച്ച് ബൾബൊക്കെ ഇട്ടു, പിന്നെ സ്റ്റാറൊക്കെ ഇട്ടിട്ടുണ്ട്. ഫ്രണ്ടിൽ 2 സ്റ്റാറൊക്കെ ഇട്ടു. പിന്നെ അത് കൂടാതെ നമ്മൾ ട്രീ എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിയ ട്രീ ഉണ്ട്. അത് കൂടാതെ തന്നെ നമുക്ക് ഒരെണ്ണം ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. കാരണം തന്നെ ഒരെണ്ണം ഉണ്ടാക്കി. ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ. ഇത് ഞാൻ കഴിഞ്ഞ 2 വർഷം മുമ്പ് വാങ്ങിയതാണ് ക്രിസ്മസ് ട്രീ. ചിങ്ങവനത്തെ സംഗീത എന്ന് പറയുന്ന ഒരു സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ് ഇത്. പിന്നെ ഇത് വളരെ മനോഹരമായ ഒരു ട്രീ ആണ്. അത് കൂടാതെ പിന്നെയുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പുൽക്കൂടാണ്. ഇത് ഞാനും എൻ്റെ പിള്ളേരും കൂടി ഉണ്ടാക്കിയതാണ്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഏഞ്ചൽസിനെയാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഇത് നമ്മുടെ കഞ്ഞിക്കുഴിയിലുള്ള പിങ്കിയിൽ നിന്നും വാങ്ങിയതാണ്. അവിടെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ, കുറേ സാധനം ഞാനവിടെ വാങ്ങി. അപ്പം ഞങ്ങളിങ്ങനെ താഴോട്ട് കണ്ട ഒരു വഴിയൊക്കെ ഒരുക്കിയിരിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ ഇത് ക്രിസ്മസിന്റെ തീം ഉൾക്കൊള്ളുന്നതായ ഒരു 2 കുഷ്യൻസ് ആണ്. ഇത് നമ്മുടെ പുളിമൂട്ടി സിൽക്ക് ഹൗസിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ്. പിന്നെ ഉള്ളത് കാണിച്ചു തരാം എല്ലാം. പിന്നെ ഞങ്ങൾ വീടിന്റെ ഫ്രണ്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു കണ്ടോ, വീടിന്റെ ഫ്രണ്ട്. അതേപോലെ തന്നെ ഒരു റീത്ത്, ഗോൾഡൻ കളറിലുള്ള റീത്താണ്. ശരിക്കും എൻ്റെ മോള് UK-യിലാണ്. അവളെ എനിക്ക് ക്രിസ്മസിന് കുറേ ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ തന്നു, കുറേ ഫ്ലവേഴ്സ് ഒക്കെ അത് ഞാൻ ട്രീയിൽ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ചെറീസ് ഒക്കെ അവള് തന്നു വിട്ടതാണ്, കുറേ ലൈറ്റുകൾ. അതേപോലെ തന്നെ ഇത് കണ്ടോ ക്രിസ്മസ്, ഇവിടെ ഞാനിത് കണ്ടിട്ടില്ല, ഇത് UK-യിൽ നിന്ന് അവള് കൊടുത്തു വിട്ടതാണ്. ഇത് കുറേ ഉണ്ട്, വളരെ രസകരമായ കാഴ്ചകളാണിത്. ഇനി ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ഇവിടെയാണ് നമ്മുടെ സെറ്റിയുടെ അവിടെ ഞാനൊരു സാന്റക്ലോസിനെയൊക്കെ വെച്ചിട്ടുണ്ട്. സാന്റക്ലോസ് ഒരു ഹാപ്പി മെറി ക്രിസ്മസ് എന്നൊക്കെ എഴുതിയ ഇത് ഞങ്ങളുടെ സ്കൂളിലെ ബസാർ ലാൽജിയത്തിന്റെ വൈഫ് എമിക്കൊച്ചമ്മ എനിക്ക് തന്നാണ്. അപ്പൊ എമിക്കൊച്ചമ്മയുടെ കഴിഞ്ഞ് ഞാനൊരു നല്ല ഷീറ്റ് വാങ്ങി, നിങ്ങളെ ഞാനത് കാണിക്കാം. വളരെ മനോഹരമാണ്. ആ കൂടെ എനിക്കൊരു ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് തന്നാണ് ഇത്. അതുപോലെ തന്നെ ഈ ലൈറ്റ്, ഇതും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത് ഇന്നലെ മോള് ഒരു 2 കാർട്ടൺ എനിക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് അയച്ചു തന്നു. അതിന്റെ കൂടെയുള്ള ലൈറ്റാണിത്. ഇതൊക്കെ മോള് അയച്ചു തന്നാണ്. ഈ സോക്സ്, പിന്നെ ഈ ഇരിക്കുന്നതൊക്കെ നമ്മുടെ പിങ്കിയിൽ നിന്നും, കഞ്ഞിക്കുഴി പിങ്കിയിൽ നിന്നും വാങ്ങിയതാണ്. കുറെ ക്രിസ്മസ് പപ്പ, അതുപോലെ തന്നെ കുറേ സാധനങ്ങൾ അവിടെ ഉണ്ട്. നല്ല രസമായിരുന്നു അത് കാണാനായിട്ട്. കുറേ ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ UK ആണ്. പിന്നെ ഇവിടെ വന്നപ്പോഴത്തേക്കിന് ഇതൊരു ഞാനിത് ഒരാളെ കൊണ്ട്, എൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഫാദറിനെ കൊണ്ട് ഒരു 2-3 വർഷമായി ഇത് ചെയ്യിച്ചതാണ്. ഇങ്ങനെ ഒരു സ്റ്റാൻഡ് പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ മുഴുവൻ ഞാൻ ഇട്ടു. ഇതൊക്കെ മോള് തന്നു വിട്ടതാണ് കുറേ സാധനങ്ങൾ. പിന്നെ ഈ ട്രീ, ഇതും നമ്മുടെ ചിങ്ങവനം സംഗീതയിൽ നിന്ന് വാങ്ങിയതാണ്. ലൈറ്റ് വളരെ രസകരമായ കുറേ ലൈറ്റുകളുണ്ട്. എനിക്കിഷ്ടം. ഇത് എൻ്റെ മോള് തന്നാണ്. പിന്നെ ഇത് എൻ്റെ റൂമില് ഞാൻ പറഞ്ഞല്ലോ ഷീറ്റ് തന്നിരിക്കുന്നത് ഞങ്ങളുടെ ബസാർ അച്ഛൻ്റെ വൈഫ് എമിക്കൊച്ചമ്മ തന്നെ കൈകൊണ്ട് തയ്ച്ച് ചെയ്തതാണ്. ഇതൊരു ക്രിസ്മസ് തീമാണ്. വളരെ എനിക്കിഷ്ടപ്പെട്ടു ഇത്. കാരണം എന്ത് ഭംഗിയാണ് നോക്കിയാൽ, ഗ്രീനും റെഡും ഒക്കെ കൂടെ വന്നപ്പം നല്ല ഒരു എലഗൻ ലുക്കാണ്. ഇത് എൻ്റെ കൊച്ചുമോനാണ്, ആദം ജെയിംസ് ജിനു, എൻ്റെ ആൻഡ്രൂസ്. അവൻ UK-യിലാണ്. ഇപ്പം 5 വയസ്സ് കഴിഞ്ഞു. അപ്പം അവൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ എൻ്റെ റൂമിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. എനിക്ക് എപ്പോഴും അവനെ കാണണം, അതിനുവേണ്ടിയാണ്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഞങ്ങളുടെ ഡൈനിങ് റൂമാണ്. ഇവിടെ ഡൈനിങ് ടേബിളിൽ ഒരു ടേബിൾ റണ്ണറൊക്കെ, ക്രിസ്മസ് ട്രീയും സാന്റാക്ലോസും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതെൻ്റെ പിള്ളേരാണ് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ട്. ആ സ്റ്റാൻഡ് അവിടെ ലൈറ്റ് ഉണ്ട്, കാണിച്ചു തരാം. ഇതാണ് ലൈറ്റ് ഉള്ളത്. കുറേ ലൈറ്റൊക്കെ ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ ഒരു ക്രിസ്മസ് ഡെക്കറേഷൻ. പിന്നെ ഇതൊക്കെ UK-യിൽ നിന്ന് പൊന്നു എനിക്ക് ഇന്നലെ അയച്ചു തന്ന കുറേ ലൈറ്റാണ്. ഇതെൻ്റെ ഒരു ഓപ്പൺ കിച്ചൺ ആണ് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വന്നാൽ ഇത് നമ്മുടെ മുകളിലേക്കുള്ളതായ കയറുന്ന ഒരു ഇത് കണ്ടോ,
ഇത് ഒരു കൊട്ടയാണ്. കൊട്ടക്കകത്ത് ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ വെച്ച് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതെല്ലാം മോള് കൊടുത്തു വിട്ടതാണ്. പിന്നെ ഇത് ഞങ്ങളുടെ വാഷ് ബേസിൻ്റെ അവിടെയും കുറച്ച് ലൈറ്റൊക്കെ ഒന്ന് ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ മേളിൽ ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതായിട്ടുള്ള ഒരു ക്രിസ്മസ് ട്രീ ആണ്. ഇത് ഞങ്ങളുടെ മുകളിലത്തെ നിലയാണ്. ഇവിടെയാണ് ഞാൻ PG നടത്തുന്നത്. ഞാൻ പറഞ്ഞല്ലോ സെയിന്റ് കിഡ്സിലെ പിള്ളേരുണ്ട്, എൻ്റെ മക്കളാണ് അവര്. അപ്പം അവരിവിടെയാണ് താമസിക്കുന്നത്. അപ്പം അവർക്ക് അവരുടെ TV കാണുന്നതൊക്കെ ഇവിടെയാണ്. അതിനുള്ള ഒരു റൂമാണിത്. ഇവിടെ ഒരു ബെഡും ഒക്കെ ഇട്ടിട്ടുണ്ട്. പിള്ളേർക്ക് വേറെ റൂമിൽ അവർ കിടക്കുമെങ്കിലും ഇടയ്ക്ക് ഇവിടെ വന്നിരിക്കാനും ഞങ്ങൾ സംസാരിക്കാനും ഒക്കെ ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ 2 റൂം കുട്ടികളുടേതാണ്. ഇവിടെ ഒരു ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടി, കണ്ടോ. പിന്നെ ഇത് ഞങ്ങൾ ഹാൻഡ് മെയ്ഡ് ട്രീ ആണ്. അത് എനിക്ക് തോന്നുന്നു എല്ലാവരും ഓർക്കും ഇത് ഒരു രസമില്ലാത്ത ഒരു സാധനമാണെന്നൊക്കെ ആദ്യം ഞങ്ങളും ചിന്തിച്ചത്. പക്ഷെ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞിട്ട് കുറേ സാധനങ്ങൾ, അതായത് പിള്ളേരും ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചപ്പം എനിക്ക് തോന്നുന്നു വാങ്ങിയ ട്രീയെക്കാട്ടിലും മനോഹരമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അപ്പം മോള് പൊന്നൂസ് എനിക്ക് കുറെ സാധനം അയച്ചു തന്ന് കംപ്ലീറ്റ് പിള്ളേർ ഇതിലാണ് വെച്ചിരിക്കുന്നത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം അത് പകലിലാണ് കാണുമ്പോൾ അതിന്റെ ആ പൂക്കളെല്ലാം കൂടെ വരുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. ഇപ്പോഴും നമ്മൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഭയങ്കര രസമാണ് ഇത് കാണുന്നത്. അപ്പം എൻ്റെ ക്രിസ്മസ് ഡെക്കറേഷൻസ് ഇതാണ്. എനിക്ക് ഈ ഡെക്കറേറ്റ് ചെയ്യുന്നതൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് അതിനുവേണ്ടി ഇങ്ങനെ സമയം ചെലവഴിക്കുകയാണ്. കാരണം ഓരോ ദിവസം ഓരോ സൈഡിലേക്ക് വെച്ച് നോക്കും, ഏതാണ് ഭംഗി എന്ന് ഞാനിങ്ങനെ നോക്കാറുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരു ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ജിംഗിൾ ബെൽസ് ജിംഗിൾ ബെൽസ്. ഹലോ, എൻ്റെ ടോഫിച്ചന് ക്രിസ്മസിന് എൻ്റെ മോള് ഉടുപ്പൊക്കെ കൊടുത്തു വിട്ട്. അപ്പം ക്രിസ്മസ് സാന്റാക്ലോസിന്റെ ഉടുപ്പൊക്കെയാണ് കൊടുത്തു വിട്ടിരിക്കുന്നത് അവന് കിടക്കാനായിട്ട്. അവന് കണ്ടോ ഒരു ഷീറ്റ്, അതേപോലെ തന്നെ റെഡ് ആൻഡ് ഗ്രീൻ ഉടുപ്പ്. ഇങ്ങോട്ട് നോക്കിക്കേ ജോഷി ചേച്ചിയെ നോക്കിക്കേ കുട്ടാ. ടോഫിച്ച അങ്ങോട്ട് നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, അമ്മ ഇങ്ങോട്ട് നോക്കിക്കേ. വാവ്, ജിങ്കിൾ ബെൽ ജിങ്കിൾ.